ഹലോ ഗായ്സ്, എല്ലാവർക്കും ബട്ടർഫ്ലൈ ലക്ഷ്മിയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ചെയ്യുന്നത് ഒരു ഈവനിങ് വ്ളോഗാണ്. ഇപ്പം ഞങ്ങളൊരു നഴ്സറി വരെ പോവാണ് ചെടി വിൽക്കുന്നിടത്ത്. അപ്പം ഞാൻ അതും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഞങ്ങളുടെ വീടിൻ്റെ അവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി ഞാൻ ചുമ്മാ അത് എടുത്തതേ ഉള്ളൂ. ഒരു 2 minutes 3 minutesൻ്റെ ഒക്കെ ഡ്രൈവേ ഉള്ളൂ. 2 minutes തന്നെ മതി കേട്ടോ അവിടെ ചെല്ലാൻ. അപ്പം നമ്മൾ എട്ടാറായി നമ്മുടെ സ്ഥലം. അപ്പം here we go. അപ്പം ഇവിടെ വെജിറ്റബിൾ സീഡ്സ്, ലീഫി പ്ലാന്റ്സ്, ഫ്ലവറിങ് പ്ലാന്റ്സ്, ഇൻഡോർ പ്ലാന്റ്സ്, വെർട്ടിക്കൽ ചെടിയുടെ ഹാങ്കിങ് പോട്ട് അതെല്ലാം കിട്ടും. അപ്പം ഈ കടയുടെ പേര് എനിക്ക് ഓർമ്മയില്ല, ഓർക്കുവാണെങ്കിൽ ഞാൻ പറയാം കേട്ടോ. ഇന്നത്തെ ഞങ്ങൾ ചെന്നപ്പം വെർട്ടിക്കലിൻ്റെ എല്ലാം തീർന്നു. വെർട്ടിക്കൽ ഗാർഡന് മീൻസ് അതിൻ്റെ ചെടികളൊക്കെ തീർന്നു. പക്ഷേ കുറച്ചധികം നല്ല ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ആക്ച്വലി നമ്മുടെ കോട്ടയത്ത് പുതുപ്പള്ളിയിലാണുള്ളത്. ഈ ചെടി എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ വയലറ്റ് കളർ ചെടി നല്ല രസമുണ്ട് അത് കാണാൻ. പിന്നെ ഇവിടെ കുറേ ഒരു ഹ്യൂജ് സെക്ഷൻ ഓഫ് തന്നെ ചട്ടിയുണ്ട്. അപ്പം ആ ചേച്ചി അമ്മയോട് പറഞ്ഞു ഇതൊരു അടിപൊളി സാധനമാണ് കേട്ടോ. ആ കപ്പ് ഇങ്ങനെ ഒട്ടിച്ച് കഴിയുമ്പം ഇരുമ്പയിൽ ഇങ്ങനെ ഒട്ടിയിരിക്കും, മാഗ്നറ്റിക്. പിന്നെ കുറച്ച് നല്ല ക്യൂട്ടായിട്ടുള്ള ചട്ടികളൊക്കെ. പിന്നെ ഇത് നല്ല രസമാണ്. ഈ കാക്ടസ് പ്രത്യേകിച്ച് നല്ല രസമുണ്ട്. നല്ല പോട്ട്സൊക്കെ ആണ് കേട്ടോ. പിന്നെ കുറച്ച് ചെടികൾ ഞാൻ കാണിച്ചതേ ഉള്ളൂ. ഇതൊന്നും ഞാൻ കാണിച്ചില്ല. അപ്പം ചുമ്മാ അതിങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ. എനിക്ക് എവിടെ പോയില്ല ക്രിസ്മസ് ട്രീ ഇഷ്ടം കേട്ടോ. എല്ലാ ഇങ്ങനെ ചെടി വയ്ക്കുന്ന സ്ഥലത്തും ഉണ്ടായിരിക്കും ആ ക്രിസ്മസ് ട്രീ പോലത്തെ സാധനം. അപ്പം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്രിസ്മസ് ട്രീ എന്നാണ് കേട്ടോ അതിന് പറയുന്നത്. ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഒന്ന് പുറത്ത് പോയിട്ട് ആളുള്ള സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്യുന്നതൊക്കെ. എനിക്ക് ഇച്ചിരി ഒരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും ഞാൻ ഷൂട്ട് ചെയ്തു. ഇവിടെ തെങ്ങും തൈയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ കുറച്ച് പോട്ട്സിന് അതൊന്നും രസത്ത് കാണാം. പിന്നെ ഞാൻ ആ പോട്ട് എടുത്തു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആ ക്യൂട്ട് ക്യാറ്റിൻ്റെ. അത് ഏത്തവാഴയുടെ തൈ കേട്ടോ. ഇപ്പം നമ്മൾ തിരിച്ചു പോകുവാണ്, വീട്ടിലോട്ട് തന്നെയാണ് കേട്ടോ. എവിടെയും കയറിയില്ല. അച്ഛനും കണ്ട് എന്തോ സ്നാക്സ് മേടിക്കാൻ കയറി. അപ്പം അതും കൂടെ മേടിച്ചിട്ട് ഞങ്ങൾ പോവാണ്. അപ്പം ഇപ്പം ഞങ്ങളുടെ വീടെത്തിയേ. Here we go. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പം എനിക്ക് കുഞ്ഞ് ചെടിച്ചട്ടി കിട്ടി കേട്ടോ. അപ്പം ഇതിനകത്ത് ചെടി നടും. അതിന് മുമ്പായിട്ട് ഞങ്ങൾ മേടിച്ച് കുറച്ച് ചെടി ഇപ്പം തന്നെ നടും. അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ദേ ഇവിടെ കാണും. അച്ഛൻ ഇങ്ങനെ ചെടി നടുവാണ്. അപ്പം എൻ്റെ അടുത്ത് കുറച്ച് ചട്ടി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു, ഞങ്ങളുടെ കാറിൻ്റെ ഡിക്കിക്കകത്തുനിന്ന്. പിന്നെ അത് കൊടുത്തോണ്ടിരിക്കുകയാണ്. കണ്ടു, നല്ല രസമില്ലേ ഈ പോട്ട്. പിന്നെ ഇത് പെപ്പിൾസ് ആണ്, അത് നല്ല രസമാണ് കാണാൻ. പിന്നെ അച്ഛനും അമ്മ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ചെടിയെ നോക്കി. പിന്നെ അച്ഛൻ ഇപ്പോൾ ഒരു ചെടി വെക്കുവാണ് കേട്ടോ. ഇങ്ങനത്തെ കുറച്ച് പോട്ട്സ് മേടിച്ചു. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അടിയിൽ വെള്ളം കൂടിപ്പോയാൽ അതിനകത്ത് നമുക്ക് ഊറ്റി കളയാൻ പറ്റും. ഓക്കെ, അതിനകത്ത് അടി വന്ന് കിടക്കുമ്പോൾ അടി വന്ന് കിടക്കും ആ വെള്ളം, ആവശ്യമില്ലാത്ത വെള്ളം. അന്നത്തേക്ക് നമുക്കത് ഒരു ഹോളുണ്ട്, ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ ആ ഹോള് ആ ഹോളിൽ കൂടെ നമുക്ക് ഊറ്റിക്കളയാം.
ആ ഹോള് ഇവിടെയൊക്കെ വന്നിങ്ങനെ തങ്ങി നിൽക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഊറ്റിക്കണം. ഈ പെപ്പിൾസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പൊട്ടിക്കാൻ ഇടാന്ന് പറഞ്ഞു നിന്നു, പക്ഷെ ആരും സമ്മതിക്കുന്നില്ല. അപ്പം എല്ലാം കൂടെ ഇട്ടിട്ട് ചെയ്യുന്നു. ഈ ചാണകം, ഒരു ചാക്ക് ചാണകം ഞാൻ ഒറ്റ കൈ കൊണ്ട് എടുത്തുകൊണ്ട് പോയി കേട്ടോ. ഭയങ്കര പാടായിരുന്നു. നല്ല, എനിക്ക് കൈക്ക് ഇപ്പോഴും വേദനയുണ്ട്. ഒരു ചാക്ക് ചാണകം അത് എടുത്തുകൊണ്ട് പോയി ഒറ്റ കൈ കൊണ്ട്. പിന്നെ എന്താണ് എൻ്റെ അത് വിട്ടിരിപ്പുണ്ട്. പിന്നെ ഞാൻ പെപ്പിൾസ് എങ്ങനെയൊക്കെയോ പൊട്ടിച്ചൊക്കെ ഇട്ടു അവരുടെ അടുത്ത് പറഞ്ഞു. പിന്നെ എൻ്റെ ചട്ടിക്ക് വേണ്ടി ഞാൻ പെപ്പിൾസ് മാറ്റി വെച്ചേ. ഹിയർ വി ഗോ, എൻ്റെ ചട്ടിക്കകത്ത് ഞാൻ വെച്ചേ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഞങ്ങളുടെ ചെടി ഒക്കെ കണ്ടല്ലോ. അപ്പം ചെടി വെപ്പലെല്ലാം കഴിഞ്ഞു. അപ്പം ഞാൻ ക്ഷീണിച്ച് വന്നിരുന്നിട്ട് എനിക്ക് വല്ലപ്പോഴും മാസത്തിലൊരിക്കൽ അത് തന്നെയാണ് കേട്ടോ നല്ലത്. എപ്പോഴും കഴിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് വയറ്റുവേദന എടുക്കത്തില്ലേ. ഇത് ഒന്നാമത് നല്ല സാധനവുമല്ല. അപ്പം ഞാൻ ഇത് കഴിക്കുവാണിത്. എനിക്ക് വല്ലപ്പോഴും എന്ന് പറഞ്ഞാൽ 2 മാസം കൂടുമ്പോഴായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. എനിക്കതിലൊരു പരാതിയില്ല. കാര്യം നല്ല ചീത്തയായതുകൊണ്ടാണ് ഇത് മേടിച്ചു തരാത്തത് എനിക്കറിയാം. അപ്പം ഞാൻ കഴിച്ചിട്ട് വരാവേ. അപ്പം ഇത്രേ ഉള്ളു എൻ്റെ ഒരു ഈവനിങ് വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, സീ യു ഓൾ.